ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ചെയ്യാനായിട്ട് നമുക്ക് ബട്ടറോ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് വിസ്കിലോ മിക്സിയിലോ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും എടുക്കാം. പിന്നെ അതേ അളവിൽ തന്നെ 1/4 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്താലും മതി. കൂടുതൽ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് അതേ അളവിൽ തന്നെ പൊടിച്ച പഞ്ചസാര, അതായത് പൗഡേർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള പാലാണെങ്കിൽ നമ്മുടെ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി കട്ടി കുറഞ്ഞ പാലാണെങ്കിൽ 2 കപ്പ് പാലെടുത്തിട്ട് അതിന് 1/2 കപ്പോളം വറ്റിച്ചെടുത്താലും മതി. ഇനി പാലൊന്ന് തിളച്ച് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ കൈ എടുത്തൊരല്പസമയം അതിങ്ങനെ മിക്സ് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ ലാസ്റ്റായിട്ട്, അതായത് എൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് പാട പോലെ കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ക്രീം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൈ എടുക്കാതെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പിന്നെ ഇങ്ങനെ കുറുക്കി വരുമ്പോൾ നല്ലൊരു മണം വരും, നല്ലൊരു ക്രീമിൻ്റെ മണം വരും. നമ്മൾ വീണ്ടും ഇതുപോലെ, അതായത് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്ത പാലും വെള്ളവും എല്ലാം നന്നായിട്ട് വറ്റി ഈ ഒരു കളറിൽ, ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറിൽ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു മിക്സും കൂടെ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/4 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിലുള്ള നെയ്യ് തന്നെയാണ്. അപ്പോൾ അതൊരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത് ചേർക്കരുത്. പുറത്ത് 1 മണിക്കൂർ വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വിസ്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ ഒരല്പം കട്ടിയായിട്ട് തോന്നും. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസ്ക് കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം. മിക്സിയിലൊന്ന് കറക്കി എടുക്കുവാണെങ്കിലും ഈ രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ നല്ല പീക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ച ആ പാലിൻ്റെ കൂട്ട് നന്നായിട്ട് തണുത്ത് കുറുകി കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ക്രീമിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. കറക്റ്റ് 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല പരുവമായിട്ട് മിക്സ് ആയിട്ട് വരും. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു നെയ്യുമായിട്ടൊന്ന് മിക്സ് ആയിട്ട് കഴിയുമ്പോൾ ബാക്കിയുള്ള ഭാഗവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഈ ക്രീം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാം. ഒരു 5 മിനിറ്റ്, കറക്റ്റ് 5 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രീസറിലോട്ട് സെറ്റ് ആവാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. കാരണം നെയ്യൊക്കെ അല്ലേ, അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് കിട്ടും. ഇനി നേരത്തെ ചെയ്തതുപോലെ ജസ്റ്റ് ഈ വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് സമയമൊന്നും ബീറ്റ് ആക്കണ്ട. കാരണം 1 മിനിറ്റ് പോലും ബീറ്റ് ആക്കണ്ട. പെട്ടെന്ന് തന്നെ അത് നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് പീക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 5 മിനിറ്റ് ഫ്രീസറിലോട്ട് മാറ്റിയത്. അപ്പോൾ ഫ്രീസറിലോട്ട് മാറ്റിയില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പക്ഷെ അത് കുറച്ചും കൂടെ നല്ല ഫ്ലേവറൊക്കെ ചെയ്യാൻ പാകത്തിന് കിട്ടുന്നത് നമ്മൾ ഫ്രീസറിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ 1 മിനിറ്റും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന അതേ വിപ്പിംഗ് ക്രീം പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണുന്ന ചേരുവകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്, നമ്മുടെ ഫാമിലി 100K ക്രോസ് ചെയ്തു. 1 lakh മോർ സബ്സ്ക്രൈബേഴ്സായി നമ്മുടെ ഈ ചാനലിന്. അപ്പോൾ ഇത്രയും നാൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും ഇതേ സപ്പോർട്ട് തരാം. പിന്നെ നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പേര് ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പേര് എടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ ഇപ്പോൾ കാണുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് സൈഡിൽ എഴുതി കാണിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ സെലിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെലിനൊരു സ്പെഷ്യൽ ഹായ്.
അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള കേക്ക് ഫ്രോസ്റ്റിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.